നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമലയ്ക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഒരു ടൊമാറ്റോ ചട്നി റെസിപ്പിയാണ്. ഇപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുക, എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഒരു കടായിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തെടുക്കാം. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഉഴുന്നുപരിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മൂത്ത് പോകും, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം 5 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം, കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം മതിയാവും. ഇനി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അടുത്തതായിട്ട് കുറച്ച് വറ്റൽമുളക് ചേർത്തെടുക്കാം. ഞാനിവിടെ 5 കാശ്മീരി വറ്റൽമുളകാണ് ചേർക്കുന്നത്. കാശ്മീരി വറ്റൽമുളക് ചേർത്താൽ ചട്നിക്ക് അത്യാവശ്യം നല്ലൊരു കളറും അത്രയ്ക്ക് എരിവും ഉണ്ടാവില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള വറ്റൽമുളകും കാശ്മീരി വറ്റൽമുളകും മിക്സാക്കി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. മുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 5 മുതൽ 6 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പകുതി സവാള കട്ട് ചെയ്തേക്കും കൂടെ ചേർക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സവാള മാത്രം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി മാത്രം ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ചെറിയുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വയ്ക്കുക, കാരണം വറ്റൽമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ടൊമാറ്റോയാണ് ചേർക്കാനായിട്ടുള്ളത്. 2 വലിയ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ 3 ടൊമാറ്റോ വരെ ചേർക്കാം. ടൊമാറ്റോ എടുക്കുമ്പോൾ നല്ല പഴുത്ത, അതുപോലെ തന്നെ നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു കളറും കിട്ടും. ടൊമാറ്റോൻ്റെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോയുടെ പീസസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. അങ്ങനെ ടൊമാറ്റോ ചട്നിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. നമ്മൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ദോശ കഴിക്കാൻ പോകുമ്പോൾ അവിടെ കിട്ടുന്നൊരു ടൊമാറ്റോ ചട്നിക്ക് പ്രത്യേക ഒരു സ്വാദല്ലേ. അപ്പോൾ ആ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ അവർ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് കുറച്ച് ക്യാരറ്റ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ചെറിയ പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യണ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടി ചേർക്കാം. ഇനി അടുത്തായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തെടുക്കാം. ഒത്തിരി മല്ലിയില ചേർക്കേണ്ട, ഈ ഒരു അളവിന് മതിയാവും. മല്ലിയിലയും കൂടെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്, എങ്കിലും ഇതിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചൂടി കിടന്നതിന് ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം പെട്ടെന്ന് ചൂട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചൂട് പെട്ടെന്ന് തന്നെ പോയി കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഈ ഒരു ചട്നി തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ സമയം പോണത് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് തയ്യാറാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂട് മാറിക്കിട്ടും. ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തെടുക്കാം. നമ്മൾ നേരത്തെ കാശ്മീരി വറ്റൽമുളകല്ലേ ചേർത്തത്, അതുകൊണ്ട് തന്നെ ഒത്തിരി എരിവ് ഉണ്ടാവില്ല. ഇത് ഓപ്ഷനിലാണ്. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ആ ചൂടി കിടന്നതിന് ക്യാരറ്റും കൂടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ആ സെയിം കടായിലോട്ട് തന്നെ നമ്മളിനി ചേർക്കാൻ പോകുന്നത് കുറച്ച് നല്ലെണ്ണയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചട്നി കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത് നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയായാലും മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടാൻ ശേഷം കുറച്ച് കടുകും കൂടി ചേർക്കുന്നുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്തെടുക്കാം. ഈ ഒരു അളവിന് മല്ലിയില ചേർത്താൽ മതിയാവും. ഇതിൽ കരിവേപ്പില ചേർക്കില്ല. നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു വേറിട്ട ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചട്നിക്ക്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി കൂടി പോകരുത്, 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതിയാവും. ഇനി കായപ്പൊടിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ലല്ലോ. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു ടൊമാറ്റോ ഉള്ളിക്കൂട്ടും കൂടി ചേർത്തെടുക്കാം.
സാധാരണ ചട്നി തയ്യാറാക്കുന്ന പോലെ മിക്സി കഴിക്കുന്ന ആ വെള്ളം ഒഴിക്കരുത്. അങ്ങനെയാണെങ്കിൽ ആ ചട്നിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിക്കായിരിക്കണം ചട്നി ഇരിക്കേണ്ടത്. കൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. ഈ ഒരു ചട്നി ഒത്തിരി ലൂസായിട്ടിരിക്കില്ല, ഈ ഒരു പരുവത്തിനാണ് ഇരിക്കുക. കൂട്ടും കൂടി ചേർത്തിട്ട് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് ശർക്കര പൊടിച്ചത്. ഇപ്പോൾ ഞാനിപ്പോൾ ശർക്കര പൊടിച്ചതാണ് ചേർത്തേക്കുന്നത്. ശർക്കര പൊടിച്ചത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂൺ ശർക്കരയെങ്കിലും ചേർക്കണേ. ശർക്കര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലുള്ള എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ചേർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചട്നിക്ക് മധുരമൊന്നും ഉണ്ടാവത്തില്ല, എന്നാൽ എരിവും പുളിയും എല്ലാം ഒന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ, ഇത് സ്കിപ്പ് ചെയ്യല്ലേ. ഈ ചൂടി കിടന്നതിന് ശർക്കരയും നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദേറിയ ചട്നി. ഇനി ഗ്യാസ് ഓഫാക്കാം. ഈ ഒരു ചട്നിയുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയാട്ടോ വരുന്നത്. ഒത്തിരി ലൂസായിരിക്കില്ല, എന്നാൽ ഈ ഒരു പരുവമാണ് ആയിരിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമുക്ക് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെ എന്താ പറയുക, സാമ്പാറുണ്ടാവും, വേറൊരു വെള്ള ചട്നി ഉണ്ടാവും, കൂട്ടത്തിൽ ഈ ഒരു ചട്നി കൂടെ അവർ തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ചട്നിയുടെ റെസിപ്പി ആട്ടോ ഇത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഈ ഒരു ചട്നിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ്. നോക്കൂ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. ഈ ഒരു ദോശയും ഈ ഒരു ചട്നിയും അടിപൊളി കോമ്പിനേഷനാണ്. കൂട്ടത്തിൽ കുറച്ച് സാമ്പാറും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാമ്പാർ അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ നമ്മുടെ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് പറയാം കേട്ടോ. ചട്നിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് പോയി കിട്ടിയാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും പാകത്തിന് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ശർക്കര ചേർത്തു എന്ന് പറഞ്ഞിട്ട് മധുരമൊന്നുമില്ല. ഇതുപോലത്തെ ഒരു ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ദോശ ഇഡ്ഡലി കഴിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചട്നിയാണ്. എപ്പോഴെങ്കിലും നമുക്കൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ ഈ ഒരു ചട്നി തയ്യാറാക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അടുത്തതിന് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.